ടാറ്റയുടെ പുതിയ വണ്ടിയായ സിയറയുടെയും പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൻ്റെയും പുതിയ മോഡലുകളും അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ കാണാൻ പറ്റി. ലെക്സോൺ ടാറ്റയുടെ ഇന്നത്തെ ഈ പരിപാടി വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ലെക്സൺ ടാറ്റ ഫോർ കണ്ടക്ടിങ് ദിസ് ഗ്രാൻഡ് ഈവൻറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടുന്ന് ഫ്രം എൻട്രൻസ് ടു ടുവേർഡ്സ് ദ ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് കിട്ടിയത്. പഞ്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അത് ബുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ സിയാർ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ആൻഡ് ബീങ് about the program, the hospitality of the staff വളരെ നല്ലതായിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഇറ്റ് ഈസ് അപ്രീഷ്യബിൾ. ആൻഡ് ഓഫ് കോഴ്സ് about the food which is very attractive. ആൻഡ് നമ്മൾ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത് നിവിൻ നിരാവത് സാറിൻ്റെ പ്രോഗ്രാമാണ് മെൻ്റലിസ്റ്റ് സിസ്റ്റം. ആൻഡ് ഓൾസോ ദ മ്യൂസിക് ആൻഡ് ആംബിയൻസ് വിത്ത് ദ ഫുഡ് എല്ലാം എൻജോയ് ചെയ്തു. എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഈ ഒരു വണ്ടി ഇറങ്ങും കാണണം എന്ന് നമ്മൾ കുറേ ആഗ്രഹിച്ചൊരു ഇതാണ് സിയാറയുടെ. അത് കുറേ നാളായിട്ട് ലോഞ്ചിൻ്റെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. ടാറ്റ പഞ്ചിൻ്റെ പുതിയ മോഡലിൻ്റെ ലോഞ്ചായിരുന്നു. അതേപോലെ സിയാറേൻ്റെ 2026 മോഡൽ ലോഞ്ചായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. അതേപോലെ ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും നമുക്ക് തന്ന ഹോസ്പിറ്റാലിറ്റി നല്ലതായിരുന്നു. സിയാറയുടെ ലോഞ്ച് ആക്ച്വലി കഴിഞ്ഞ 2-3 മന്ത്സായിട്ട് ഞാൻ സിയാറ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനൊരു ഷോറൂമിനകത്തെ പെർഫോമൻസ്. എനിവേ ഈ ഒരു വലിയ കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോർഡിനേഷൻ റിയലി സന്തോഷം തരുന്ന കാര്യമാണ്. താങ്ക് യു, ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാം വെക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.